പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്,
സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനം 2 ദിനവൃത്താന്തം 20:15. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുൾ ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. അപ്പം എൻ്റെ വിഷയത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയില്ലേ, എന്താ കാര്യം? ഈ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സമയത്ത് ടെൻഷൻ മാറിയ പോലെ തോന്നണമെന്നില്ല. പക്ഷെ ഒരു ഫ്രൂട്ട് ദൈവമായിരിക്കും നിശ്ചയിക്കുന്നത്. കാര്യം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജെറീക്കോയിലേക്കുള്ള പ്രവേശനം ഉണ്ടല്ലോ, ജെറീക്കോയിലേക്കുള്ള പ്രവേശനം. അപ്പം അതായത് ഈ ഇസ്രായേൽ മരുഭൂമിയിൽ നിന്ന് ജോർദാൻ കടന്ന് അപ്പുറത്തേക്ക് എത്തണത് ജെറീക്കോയിലേക്കാണ് എത്തണത്. അപ്പോഴെന്താണ്? അവിടെ അന്തിമ യുദ്ധമാണ്. ഇവർ വലിയ ഇസ്രായേലിനേക്കാൾ വലിയ വ്യവസ്ഥാപിതമായ ആയുധ പരിശീലനവും യുദ്ധജീവിതവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇസ്രായേൽ ഇങ്ങനെ കൈകിട്ടിയ അരിവാളൊക്കെ ഇട്ട് ഇങ്ങനെ സഞ്ചരിക്കണം എന്നല്ലാതെ അവർക്കത് പരിശീലിക്കാൻ, അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായിട്ടൊരു നിലപാട് നിന്നുകൊണ്ട് ആക്രമിക്കാൻ അങ്ങനെയൊക്കെ ഒന്നും അത്രയുള്ള അവസ്ഥ അല്ല. പക്ഷെ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വാഗ്ദാന പേടകവുമായി, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി ഇതിനെ വലം വെക്കുകയാണ്. വലം വെക്കുമ്പോഴാണ് ഇത് മോസസിൻ്റെ നിന്ന് കിട്ടിയ ഒരു ഉപദേശമാണ് അവർക്ക്. ഇത് പുറപ്പാട് തുടങ്ങണ കാലത്ത് മോസസ് പറയുമായിരുന്നു, നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ധരിക്കരുതെന്ന് പറയും. മോസസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് തുടങ്ങിയപ്പോൾ തന്നെ മോസസിനെ അറിയാം നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിലപാട് ആദ്യമേ മോസസിനോട് ദൈവം പറയും, മോസസ് അവരോട് പറയണം എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് ഉള്ള ധാരണ തിരുത്തണം. അത് തെറ്റിദ്ധാരണയാണ്. എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. അപ്പോൾ മോസസ് അവരെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നും പറഞ്ഞ് നിങ്ങൾ ധരിച്ച് യാത്ര തുടങ്ങരുത്. പല വിഷയങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. പിന്നെ എവിടെ ഒതുങ്ങും? അത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതാ വിഷയം. നമ്മൾ ഒറ്റക്കല്ല ഈ യാത്ര. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മൗനമായിരുന്നാലും മതി. മൗനമായെന്ന് വെച്ചാൽ ദൈവത്തോട് ദൈവിക കാര്യങ്ങളിടപെട്ട് ദൈവത്തോട് ഐക്യപ്പെട്ടിരുന്നാൽ മതി. അതിൻ്റെ ഒരു വേർഷനാണ് ഈ 2 ദിനവൃത്താന്തം 20:15 പറയണത്. അതൊന്നൊരു വായിച്ചേ.
കർത്താവ് നിങ്ങളോട് അരുൾ ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്, നാളെ അവർക്കെതിരെ പുറപ്പെടുക. അതായത് നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. ഇത് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാധനമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും കാര്യം നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയാൽ അപ്പോഴും നിനക്ക് പറയാൻ കഴിയണം, ഞാനല്ല, ദൈവമാണ് എനിക്ക് വേണ്ടി പൊരുതാൻ പോകുന്നത്. ആ ഒരു ബോധ്യത്തോടുകൂടി വേണം നീ യാത്രകളെ ദൈവാധിഷ്ഠിതമായി മുന്നേറ്റാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. എൻ്റെ ഭർത്താവിൻ്റെ പേര് കൃഷ്ണരാജ്, എൻ്റെ മോൻ്റെ പേര് ജേഡൻ കൃഷ്ണരാജ്. എൻ്റെ കല്യാണം, ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതെല്ലാം ബാംഗ്ലൂരാണ്. ഹസ്ബൻഡ് കൊച്ചിക്കാരനാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഹസ്ബൻഡ് ജോലി ഷിപ്പിലാണ്, ക്രൂസ് ലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം ഉറയ്ക്കുമ്പം തന്നെ ഞങ്ങൾ എൻ്റെ പേരൻസ് ചോദിച്ചിരുന്നു, കല്യാണം കഴിഞ്ഞ് ഷിപ്പ് വിട്ട് പോരൂലേ, എന്നാന്ന് വെച്ചാൽ നമുക്ക് അവിടെ എവിടെയായിട്ട് നിന്നൊരു കുടുംബജീവിതം നടക്കുകയില്ല. 7 to 8 months ആണ് ക്രൂസിലെ വർക്ക്. പിന്നെ വെക്കേഷന് വരുന്ന അല്ലെങ്കിൽ 1 or 2 monthsലേക്കാണ്. അപ്പോൾ പിന്നെ കല്യാണം ഉറച്ചപ്പം മുതൽ ഹസ്ബൻഡ് ഷിപ്പിൽ നിന്ന് മാറാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ലാൻഡിലേക്ക് ജോലി നോക്കുന്നുണ്ടായിരുന്നു. 15 years ആയിട്ടാണ് പുള്ളിക്കാരൻ ഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം മുതൽ കല്യാണം കഴിഞ്ഞും ഞങ്ങൾ പല ഏജൻസിക്ക് പൈസ അടച്ച് നോക്കി ജോലി ഷിപ്പിൽ നിന്ന് മാറി ലാൻഡിൽ കിട്ടാനായിട്ട്. കാനഡയ്ക്ക് നോക്കി, UK നോക്കി, ലക്സംബർഗിന് നോക്കി, അങ്ങനെ പലയിടത്തേക്ക് നോക്കി. ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വന്നു. ഒരുപാട് പേരുടെ കുത്തുവാക്കുകളുണ്ടായി. നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥയായിരുന്നു. ആരെ പിടിക്കണം, ഏത് ദൈവത്തെ വിളിക്കണം, ആരെ പോയി കാണണം, അങ്ങനൊരു അവസ്ഥയിൽ കൂടാണ് നമ്മൾ കടന്നു പോയത്. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടില്ലായിരുന്നു. ഒരു കൊച്ചുണ്ടായെന്നല്ലാണ്ട് ഞങ്ങളിൽ വേറൊന്നും ഇല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ ബാംഗ്ലൂർ ജീവിക്കുന്നു. എനിക്കവിടെ ജോലി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഇവിടെ എൻ്റെ ഇൻലോസ് അച്ഛനമ്മ ഞാൻ ലീവ് എടുത്ത് അല്ലെങ്കിൽ മാസത്തിലൊന്ന് അല്ലെങ്കിൽ എൻ്റെ വിശേഷം എന്തെങ്കിലും ഉള്ളപ്പം അന്നേരം ഞാൻ കാണാൻ വരും. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഹസ്ബൻഡ് വെക്കേഷന് വരുമ്പം അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇപ്പോൾ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്ന് നിൽക്കുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു വരാൻ ശരിക്കും പറഞ്ഞാൽ കൊറോണ ടൈമിൽ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നതാണ്. എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷേ അന്നേരം എൻ്റെ സ്വപ്നം പോലും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു അവധിക്ക് എൻ്റെ ലോസിന് കൊറോണ ടൈമിൽ തന്നെ ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു താമസം. എൻ്റെ ഫാദർ ഇൻ ലോ ഒരു ജർമ്മൻ ടൂറിസ്റ്റ് ഗൈഡായിരുന്നു. അപ്പോൾ കുറച്ച് ഗസ്റ്റ് മാരാറി റിസോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ആ റൂട്ടിൽ പോകുമ്പോൾ ഒരുപാട് വലിയ അറിയപ്പെടുന്ന പള്ളികളുണ്ട്, അതൊക്കെ ഒന്ന് കാണാം, അവിടെ എല്ലാം ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫാദർ ഇൻ ലോയെ അവിടെ മാരാരി ബീച്ച് റിസോർട്ടിൽ വിട്ട് തിരിച്ചു വരുമ്പോൾ അർത്തുങ്കൽ പള്ളിയിൽ കയറി അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചതൊക്കെ. അന്നേരം ഞാൻ ശരിക്കും ബ്ലാങ്ക് ആയിരുന്നു. കൊറോണ ടൈമല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പള്ളിയൊക്കെ കണ്ട് വീട്ടിൽ പോയി. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എനിക്കൊരു സ്വപ്നം വന്നു. കൃപാസന മാതാവ്, ക്ലോക്ക് വെച്ചുള്ള ഒരു മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ എന്നെ നിർത്തി എന്നോട് ചോദിക്കുന്നു, കണ്ടോ മഴവില്ല് കണ്ടോ എന്നൊക്കെ വന്ന ഒരു കാര്യമൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അമ്മ അതാ മുന്നേ നടന്നു പോകുന്നു, ഞാൻ അമ്മയുടെ കൂടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നടന്നു പോരുമായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഞാൻ പിന്നെ എഴുന്നേറ്റ് താഴെ വന്ന് അമ്മയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ മാതാവിന് ശരിക്കും ഒരു ഹാർട്ടല്ലേ നമ്മൾ കാണുന്നത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഒരു ക്ലോക്ക് വെച്ച് ഒരു മാതാവിനെ കണ്ടമ്മ, അമ്മക്കറിയോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ ഒരു ഇതാവാം, ഞാൻ തലേദിവസം പള്ളിയിൽ പോയതിൻ്റെ പുറത്തായിരിക്കും. പക്ഷെ എന്നാലും ഒരു ക്ലോക്ക് വെച്ച് മാതാവിനെ എന്താ കണ്ടേ എന്നുള്ള സംശയം എൻ്റെ തലയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇത് മാറാത്തതുകൊണ്ട് ഞാൻ പിന്നെ വന്ന് ഗൂഗിൾ സെർച്ച് അടിച്ചപ്പം കൃപാസനം ഞാൻ കണ്ടു.
അതായത് യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു, കൃപാസനത്തിൻ്റെ സിമ്പിൾ ബുക്കിൽ ഇങ്ങനെ തീ പോകുന്ന പോലെയൊക്കെ സിമ്പിൾ കണ്ടപ്പോൾ എനിക്കെന്തോ അതൊന്ന് ഒന്നുകൂടെ അറിയണമുള്ള ഒരിത് വന്നില്ല. കൂടുതൽ ആ ഒരു പേഷ്യൻസ് എനിക്ക് അന്നേരം ഉണ്ടായില്ല എന്ന് വേണം ഞാൻ പറയാനായിട്ട്. പക്ഷേ കഴിഞ്ഞ വർഷം എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് അനിയൻ്റെ ഭാര്യ വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പുള്ളിക്കാരിക്ക് ഡെലിവറിയോടെ ഒരു വലിയ അസുഖമാണ്. എനിക്ക് പറയാനായിട്ടുള്ള അനുവാദം പുള്ളി തന്നിട്ടില്ല. എന്നാലും അവൾ അമൃതയിൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളപ്പോഴത്തേക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നവർ അവളെ കണ്ട് അവളോട് സംസാരിച്ച് അവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവൾക്ക് വിശ്വാസമായി. അവൾ എന്നോട് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ കൃപാസനം അറിയുന്നത്. അവൾ പറഞ്ഞാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ കാരണം. വന്ന് ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത് ഓഗസ്റ്റ് 23 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഒരു ഏജൻസിയിൽ ഞങ്ങൾ പൈസ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞായിരുന്നു. ഓഗസ്റ്റ് 23 വന്ന് പൈസ അടച്ചു കഴിഞ്ഞപ്പം സെപ്റ്റംബർ 19 നമുക്ക് അയർലൻഡിലേക്ക് പോകാനായിട്ടുള്ള ഇൻ്റർവ്യൂ സ്കെഡ്യൂളായി. അത് നടക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിന് 1 വർഷം മുന്നേ വരെ ഇൻ്റർവ്യൂ സ്കെഡ്യൂളാകും അല്ലെങ്കിൽ ക്യാൻസലാകും, അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. ഒന്നും നടക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, വെക്കേഷൻ ഇയാൾ വന്നപ്പോൾ പറഞ്ഞു, നമ്മളെ ഏജൻസി കൊടുത്ത പൈസ അവരോട് തിരിച്ചു തരാൻ പറ. ഏതായാലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിലായിരുന്നു. ഏതായാലും ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തല്ലോ, ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് അന്ന് കുറച്ചുകൂടെ നോക്കാം എന്നും പറഞ്ഞ് ആണ് നമുക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി. 1 മാസം കഴിയെ തന്നെ ആ 1 മാസത്തിനിടയ്ക്ക് പാസ്സായെന്ന് അറിഞ്ഞപ്പം പിന്നെ ഞാൻ വീട്ടിൽ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് എഴുതി വെച്ച് എനിക്ക് എൻ്റെ ഭർത്താവിന് ഡിസംബർ 15 ഡിസംബർ 15, 2025 എനിക്ക് എൻ്റെ ഭർത്താവ് അവിടെ ചെന്ന് ജോലിക്ക് കയറണം എന്ന് ഞാനൊരു പേപ്പറിൽ, അതായത് ഇവിടെ പത്രം വാങ്ങുമ്പോഴത്തേക്ക് ഒരു രസീതി എന്ന് പറയുന്ന ഒരു പച്ച പേപ്പർ കിട്ടില്ല, അതിൽ ഞാൻ എഴുതി വെച്ചു ഹസ്ബൻഡ് അങ്ങനെ പോകാൻ പറ്റണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, നവംബറിൽ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുകയാണ് ഡിസംബർ 15 എന്നുള്ള ഡേറ്റ് വെച്ചത്. അത് ശരിക്കും ഒരു വലിയ അത്ഭുതമായിരുന്നു നമുക്ക്. അങ്ങനെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി. പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ അന്നേരം ഞാൻ എഴുതി, അമ്മ മാതാവേ, എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് മുന്നേ നമുക്കൊരു നല്ല വാർത്ത കിട്ടണമെന്ന്. എൻ്റെ അനിയത്തിയുടെ കല്യാണം ഡിസംബർ 5, 6 ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി കല്യാണത്തിന് 2-3 ദിവസം മുന്നേ അവിടെ പോയിരുന്നു. അന്നേരം ഡിസംബർ 4 ഇമിഗ്രേഷനിൽ നിന്ന് നമുക്കൊരു ഇമെയിൽ വരുന്നു, വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞിട്ട്. അതപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് മുന്നേ തന്നെ ആയി. 5, 6 അവളുടെ കല്യാണം. അതിന് മുന്നേ തന്നെ നമുക്ക് വിസ അപ്രൂവ് ആയി. അത് കഴിഞ്ഞിട്ടുള്ള കടമയാണ് പാസ്പോർട്ട് സബ്മിഷൻ നമുക്കുള്ളത്. പാസ്പോർട്ടിന് വേണ്ടി ഇനിയും കുറേ ഡോക്യുമെൻറ്റ്സൊക്കെ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അതെല്ലാം ഞങ്ങൾ ചെയ്തു. പക്ഷേ ഫെബ്രുവരി പകുതി ആയപ്പോഴത്തേക്ക് നമുക്ക് മെയിൽ വന്നു അവിടുന്ന് പാസ്പോർട്ട് സബ്മിറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ഞങ്ങൾ സ്റ്റേറ്റസ് വെബ്സൈറ്റിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് റിജക്റ്റായി എന്നാണ് ഞങ്ങൾ കണ്ടത്. ഒരുപാട് വിഷമിച്ചു, അതെന്തുകൊണ്ടിങ്ങനെ എന്ന്. പക്ഷേ എന്നാലും ഞങ്ങൾ മാതാവിനെ വിട്ടില്ല, എന്തേലും ഒരു കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ റിജക്ഷൻ ലെറ്റർ നമ്മൾക്ക് കൈ കിട്ടിയപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും സാലറി സ്ലിപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുക്കാത്തതുകൊണ്ട്, അതായത് ഞങ്ങളുടെ ഏജൻസിയിൽ നമുക്ക് അത് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു. ഏപ്രിൽ 17 ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു. സമയത്തിൽ അധികാരമുള്ള അമ്മ, ശരിക്കും നമ്മൾ വിസയ്ക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ 2 മാസം സമയം വേണം അതിൻ്റെ ഒരു മറുപടി കിട്ടാനായിട്ട്. ഏപ്രിൽ 17 ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ 17 ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. മെയ് 15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു, പാസ്പോർട്ട് എംബസി ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം തന്നെ ഞങ്ങൾ ഇമിഗ്രേഷൻ ലിങ്കിൽ കയറി അക്നോളജ്മെൻറ്റ് നമ്പർ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൽ കണ്ട് അപ്രൂവ്ഡ് ആണ്. അതായത് പാസ്പോർട്ടിൽ വിസ അടിച്ച് അവിടെ അയച്ചിട്ടുണ്ടെന്നുള്ളത്. അത് സമയത്തിൽ അധികാരമുള്ള അമ്മയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ, വേറെ ആർക്കുമല്ല. വേറെ ആരുടെയും പവറും കൊണ്ടല്ല, ഞങ്ങളുടെ മെറിറ്റും കൊണ്ടൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമുക്ക് ഒരു മെറിറ്റും ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളിവിടെ വന്നിരുന്നു. സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ടിക്കറ്റ് കൂടെ വന്നിട്ട് മതിയെന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ്
ഞങ്ങൾ പിന്നെ കഴിഞ്ഞ മാസം തിരിച്ച് വന്നിട്ട് സാക്ഷ്യം പറയാൻ വന്നിട്ട് തിരിച്ചു പോയി. ഈ മാസം ഇന്നലെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് സാക്ഷ്യം പറയാൻ വന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നവരുടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പറയും, കൃപാസന മാതാവിനെ കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയും. പിന്നെ ഭക്ഷണം കൊടുക്കും, സമയം കിട്ടുമ്പോഴൊക്കെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലൊക്കെ കൊടുക്കും. പണത്തിന് ആവശ്യമുള്ളവർ ഓൾഡ് ഏജ് ഹോം ആട്ടെ ഓർഫനേജ് ആട്ടെ ആരൊക്കെ ഇപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ അല്ലാണ്ട് ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കുമ്പോഴും അവർ പൈസയാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പൈസ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. ഭക്ഷണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അപ്പോൾ പൈസയ്ക്കാണ് ആവശ്യം. ആര് പൈസ ചോദിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ അന്നേരം ഉള്ള പോലെയൊക്കെ ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്. ഇതും കൂടാണ്ട് മാതാവിനോട് അടുത്തോടുകൂടി ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഒരു കുടുംബ ജീവിതത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഒരുപാട് വഴക്കുണ്ടാക്കുമായിരുന്നു. പല തർക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താവുമെന്ന് അറിയാൻ മേലാത്ത ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ മാതാവിനോട് അടുത്തപ്പോഴാണ് നമുക്കൊരു ഹോപ്പ് കിട്ടിയത്. ഞങ്ങൾക്ക് ഒരു മാതാവ് ഞങ്ങളെ കാത്തോളും, നമുക്ക് വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ പരസ്പരം പറയും, ഞങ്ങൾ ഉടമ്പടിയിലാണ്, നമ്മൾ വഴക്കുണ്ടാക്കരുത് എന്നുള്ള ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കേ ഇപ്പം ഇല്ല. ലൈഫിലൊരു ഒരു സിസ്റ്റമാറ്റിക് ജീവിതമായി ഞങ്ങളുടെ ലൈഫിന് തന്നെ. നല്ല കാര്യങ്ങൾ ചെയ്യുക, ഞങ്ങൾ പറയുക, ഞങ്ങൾ പുറത്തുള്ളവരോടാട്ടെ കുടുംബക്കാരോടൊക്കെ ആരോടും നമ്മൾ തർക്കിക്കാൻ പോകാറില്ല. എന്തെങ്കിലും തെറ്റ് പറഞ്ഞാലും ആരോടും ഒന്നും അങ്ങനെ ഞങ്ങൾ തെറ്റായിട്ടൊന്നും പറയാനോ തിരിച്ചത് ചോദിക്കാനോ ഒന്നും ഞങ്ങൾ അതെല്ലാം ശരിക്കും മാതാവിനോട് അടുത്തേ പിന്നെ കിട്ടിയ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ്. അതല്ലാണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ട്. പലർക്കും ഇവിടെ മുല്ലപ്പൂ വാസന, അമ്മ വന്ന മുല്ലപ്പൂ വാസനയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവമൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് പല പ്രാവശ്യം അമ്മ വന്നിട്ടുണ്ട്. എൻ്റെ റൂമിൽ ഞാൻ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പം ആദ്യം തന്നെ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, ഇംഗ്ലീഷാണ് അറിയാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥന നീ അയച്ചു താ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഫീസിൽ എപാക് ഷിഫ്റ്റിലാണ്, വെളുപ്പിന് ഞാൻ ജോലിക്ക് പോകും. ഞാൻ വാഷ്റൂമിലാണ് ഇതാദ്യം കേൾക്കുന്നത്. പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ പ്രാർത്ഥന വെച്ച സമയത്ത് എനിക്ക് ആ വാഷ്റൂമിൽ നിൽക്കുമ്പം മുല്ലപ്പൂ വാസന വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നേരം ഓർത്തിത് റൂം ഫ്രഷ്നർ വല്ലതും ആണോ എന്നങ്ങനെ പക്ഷേ റൂം ഫ്രഷ്നർ ഒന്നുമില്ല. വെളുപ്പിനെ സമയത്ത് ആരും അങ്ങനെ വാഷ്റൂമിൽ അവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് അവിടെ മുല്ലപ്പൂ വാസന വന്നു. പിന്നെ പല പ്രാവശ്യം ഞാൻ കൊച്ചി വീട്ടിൽ നിൽക്കുമ്പോഴാട്ടെ ബാംഗ്ലൂർ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാട്ടെ ഒരുപാട് മുല്ലപ്പൂ വാസന വന്ന് അമ്മ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം നിന്ന് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലിയുടെ സ്ട്രെസ്സ് കാരണം ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ വെളുപ്പിനെ ജോലിക്ക് കയറിയ രാത്രിയാവും ജോലിയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ എനിക്ക് നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം വെളുപ്പിന് തന്നെ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാൻ തൈലം തൂക്കുമായിരുന്നു. ഒരു ദിവസം തൂത്തതേ ഉള്ളൂ, എനിക്ക് ആ വേദന മാറി. എൻ്റെ മോൻ ഒന്ന് സ്ലിപ്പായി കാലൊന്ന് മടങ്ങിയായിരുന്നു. അപ്പോൾ അവന് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ കാലെ തൈലം തൂക്കുമായിരുന്നു. അപ്പോൾ അവന് ഓക്കെ ആയി. അവനല്ലെങ്കിൽ ഒരു വേദന ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ലിംപ് ചെയ്ത് നടക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലാണ് ജോലി ചെയ്യുന്ന സൊസൈറ്റി ജനറൽ എന്ന കമ്പനിയിലാണ്. ഒരുപാട് റിസ്ക്കുള്ള കമ്പനിയാണ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ കടന്നു പോകുന്നതാണ്. അപ്പോഴെല്ലാം ഞാൻ മാതാവിനെ വിളിക്കും, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഇഷ്യൂ ഒന്നും ഉണ്ടാകാൻ നോക്കണം, എസ്കലേഷനൊന്നും ഉണ്ടാവാതെ കാത്തോണം ഞാൻ ഇന്നും വിളിക്കും. അത്രയും തന്നെ എൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. ശരിക്കും നമുക്കെല്ലാം ഒരു വിഷമം വരും, ഞങ്ങളുടെ അമ്മയെ വിളിക്കുകയല്ലേ, അമ്മ എന്തിയേ, അമ്മ എവിടെ, എനിക്കിങ്ങനെ ബുദ്ധിമുട്ട്, എന്തെങ്കിലും നമുക്കൊരു സാധനം കിട്ടിയില്ലെങ്കിൽ തന്നെ അമ്മ എന്തിയെ, അത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ കൃപാസന മാതാവ് എൻ്റെ കൂടെ നിന്ന് അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ട്, പക്ഷേ എനിക്ക് എല്ലാം കൂടെ ഓർമ്മ കിട്ടുന്നില്ല. ഇത്രയാണ് മെയിനായിട്ട് ഞങ്ങളുടെ ഈ വിസ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിലൊരു വഴി, ഒരു ഡോർ തുറന്ന് തന്ന പോലാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് അയർലൻഡിൽ ജോലി കിട്ടി പോകുന്നതുകൊണ്ട് തന്നെ മിക്കവാറും
മാതാവ് എന്നെയും കൊച്ചിനെയും കൂടെ എത്രയും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തിച്ച് നമുക്ക് ഒന്നിച്ചൊരു കുടുംബജീവിതം ജീവിക്കാനായിട്ട് അനുവദിച്ച് തരുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദി. ആർക്കും ഒരു ഹോപ്പില്ലാണ്ടിരിക്കേണ്ട, മാതാവ് എന്തായാലും കൂടെ ഉണ്ടാവും, നിങ്ങളെ സഹായിക്കും എന്നുള്ള എനിക്ക് 101% ഉറപ്പുള്ള കാര്യമാണ്. ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സാക്ഷ്യം ഇവിടെ അവസാനിക്കുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. സുമി കൃഷ്ണരാജ് പരിസ്ഥിതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായി തന്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് ഈ അൾത്താരക്ക് മുമ്പിൽ സാക്ഷ്യം നൽകുക. 8 വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുള്ള ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കടമ്പയാണ് അവരിന്ന് കടന്നു പോവുക. ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ പങ്കുവെക്കാനായിട്ട് അകലങ്ങളിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഇവിടേക്ക് ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിസയുടെ കാര്യത്തിലാണെങ്കിലും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ ദിവസങ്ങൾക്കകം തന്നെ പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ ഇവർക്കത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ഇവിടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോൾ എപ്രകാരം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒരു മാതൃകയായിട്ട് മാറുന്നുവെന്നും അതോടൊപ്പം തന്നെ സുഗന്ധാഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവ സാക്ഷ്യമായിരുന്നു നമുക്ക് മുമ്പിലുണ്ടായിരുന്നത്. ഇനിയും ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.